സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആഹ്ലാദാരവങ്ങളുമായി ഒരു ക്രിസ്മസ് കാലം സമാഗതമാവുകയാണ്. ക്രിസ്മസ് ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ടുള്ള ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയാണ്. മാനവോദ്ധാരണത്തിന് വേണ്ടിയുള്ള സ്വർഗത്തിന്റെ പദ്ധതി. ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ പൊടിപൊടിക്കുമ്പോൾ ക്രിസ്മസ് ചിന്തകളിലേക്ക് പ്രഭാത വിചാരം പ്രവേശിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ക്രിസ്മസ് ചിന്തകളിലേക്ക് വിനയപൂർവ്വം ഹൃദ്യമായ സ്വാഗതം. കാലിത്തൊഴുത്തിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് പുൽക്കൂടുകൾ സജ്ജമാക്കുന്നത്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ മാറ്റിവെക്കാൻ സാധിക്കാത്ത ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ചയാണ് പുൽക്കൂടുകൾ. ഈ പുൽക്കൂടിന്റെ ചരിത്രത്തെക്കുറിച്ച് ചിന്തിച്ച് ഈ വർഷത്തെ ക്രിസ്മസ് ചിന്തകൾ നമുക്ക് ആരംഭിക്കാം. AD 1223 ക്രിസ്മസ് ദിനത്തിൽ ലോകത്തിലാദ്യമായി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ് ആദ്യമായി പുൽക്കൂട് ഉണ്ടാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. റോമിൽ നിന്നും അധികം അകലെയല്ലാതുള്ള ഉംബ്രിയ എന്ന് പറയുന്ന ദേശത്തെ ഗ്രാസിയോയിലാണ് തികച്ചും വ്യത്യസ്തമായ ക്രിസ്മസ് ആഘോഷം അരങ്ങേറിയതെന്നാണ് നാം മനസ്സിലാക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ജനിച്ച അതേ സാഹചര്യങ്ങൾ പുനഃസൃഷ്ടിക്കുവാനും ലോകത്തിന്റെ രക്ഷിതാവായ ദൈവപുത്രൻ തെരഞ്ഞെടുത്ത ദരിദ്രാവസ്ഥ ഒരു ധ്യാന വിഷയമായി സ്വീകരിക്കാനും വൈക്കോലുകൾ വിരിച്ച ഒരു പുൽത്തൊഴുത്തിന്റെ മാതൃകയിൽ കന്നുകാലികളുടെ രൂപവും ഉണ്ണിയേശുവിന്റെ രൂപവും മറിയാമിന്റെയും യൗസേപ്പിന്റെ രൂപവും എല്ലാം നിരത്തിവെച്ച് ആദ്യമായി ഒരു പുൽക്കൂട് ആവിഷ്കരിക്കുകയാണ് ഫ്രാൻസിസ് അസീസി. അർത്ഥ ഗംഭീരമായ ഒരു ക്രിസ്മസ് സന്ദേശം നൽകിയതിനു ശേഷം വിശുദ്ധനായ ഫ്രാൻസിസ് അസീസി ആ പുൽക്കൂട് മാതൃകയിൽ സമർപ്പിക്കപ്പെട്ടിരുന്ന യേശു കുഞ്ഞിന്റെ രൂപമെടുത്ത് അതിനെ ചുംബിച്ചു. താമസം വിന അതിന് ജീവനുള്ളതായി അനുഭവപ്പെട്ടു എന്നാണ് ഐതിഹ്യം. ഒരു നിദ്രയിൽ നിന്ന് ഉണർന്നിട്ടെന്ന വണ്ണം ഫ്രാൻസിസ് അസീസിയെ നോക്കി ഉണ്ണിയേശു മന്ദസ്മിതം പൂകി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ പുൽത്തൊഴുത്തിന്റെ മാതൃകയിൽ വിരിച്ചിരുന്ന വൈക്കോലുകളെല്ലാം ആ ഗ്രാമത്തിലെ ആളുകൾ വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിച്ച് വെക്കുകയും അവരുടെ കന്നുകാലികൾക്കും മറ്റും രോഗങ്ങളും അനർത്ഥങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അതിന് പരിഹാരമായും ഔഷധമായും പ്രതിവിധിയായും ഈ വൈക്കോലുകൾ അവർ ഉപയോഗിച്ചിരുന്നു എന്ന് ഇതോട് ചേർത്ത് നാം മനസ്സിലാക്കുകയാണ്. എന്നാൽ അങ്ങനെ ഉപയോഗിച്ച വൈക്കോലിലൂടെ അനേകം രോഗങ്ങൾക്ക് ശമനമുണ്ടായി എന്നും ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടായി എന്നും പറയപ്പെടുകയാണ്. പിന്നീട് വിശുദ്ധയായ ക്ലാരയുടെ സഹോദരിമാരും ഫ്രാൻസിസ്കൻ സന്യാസികളും വഴിയായി ഈ പുൽക്കൂടുണ്ടാക്കുന്ന മാതൃക ലോകമെമ്പാടും വ്യാപിച്ചു എന്നാണ് ഐതിഹ്യത്തിൽ നാം മനസ്സിലാക്കുന്നത്. ദൈവത്തിന്റെ രക്ഷാകരമായ മനുഷ്യാവതാരം ധ്യാനിക്കാനാണ് സത്യത്തിൽ ആദ്യത്തെ പുൽക്കൂട് മെനഞ്ഞതെന്നാണ് വിശുദ്ധനായ ഫ്രാൻസിസ് അസീസി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ക്രിസ്മസ് ആഘോഷത്തിന്റെ കേന്ദ്ര ചിന്ത എന്ന് പറയുന്നത് കർത്താവും രക്ഷിതാവുമാവുന്ന യേശുക്രിസ്തു തന്നെയായിരുന്നു. എന്നാൽ ആധുനിക കാലത്തെ ക്രിസ്മസിന്റെ ചിന്താവിഷയങ്ങൾ കർത്താവ് രക്ഷിതാവുമാവുന്ന യേശുക്രിസ്തുവിൽ നിന്ന് മാറിപ്പോയതായി നാം മനസ്സിലാക്കുന്നു. കാലഘട്ടങ്ങളിലൂടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്കനുസൃതമായ ചിന്താശൈലിയിൽ
കർത്താവിന് നൽകിയിരുന്ന പ്രാധാന്യവും കേന്ദ്രസ്ഥാനവും പലപ്പോഴും വ്യതിചലിച്ചിട്ടുണ്ടെന്ന് നാം മനസ്സിലാക്കുകയാണ്. ആധുനിക കാലത്ത് പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും സാധാരണ രീതിയിൽ നമ്മുടെ വീടിന് പുറത്തായിട്ടാണ്. കർത്താവിന്റെ ജനനത്തെ ആഘോഷിക്കുന്നതും ആവിഷ്കരിക്കുന്നതും നമ്മുടെ വീടുകൾക്ക് പുറത്ത് പ്രത്യേകമായി തയ്യാറാക്കുന്ന പുൽത്തൊഴുത്തുകളിലാണ്. യഥാർത്ഥ ജീവിതത്തിൽ പലപ്പോഴും വിശ്വാസത്തിന്റെ പശ്ചാത്തലങ്ങളിൽ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിന് പുറത്ത് പോകുന്നത് പോലെ നമുക്ക് തോന്നുകയാണ്. ഹൃദയമാകുന്ന പുൽത്തൊഴുത്തിൽ പിറക്കേണ്ടിയിരുന്ന യേശുക്രിസ്തു ഇന്ന് ബാഹ്യമായ വിഷയങ്ങളുടെ ഭാഗമായി മാറുന്നു എന്നുള്ളത് ഏറെ ഖേദകരമാണ്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു പുൽക്കൂട് നമുക്ക് നൽകുന്ന സന്ദേശം കർത്താവിനെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ഒരു ഇടം എന്നുള്ളതാണ്. അത് എളിമയുടെ പ്രതീകമാണ്, പ്രത്യാശയുടെ പ്രതീകമാണ്, രക്ഷയുടെ അടിസ്ഥാന ചിന്തയാണ്. എങ്കിൽ നമ്മുടെ ഹൃദയങ്ങളാകുന്ന പുൽക്കൂടുകളെ ഈ ദിശയിൽ നമുക്ക് ചേർത്ത് വെക്കാനും കർത്താവിന് പിറക്കാനുള്ള ഏറ്റവും സുന്ദരമായ ഇടമായി നമ്മുടെ ഹൃദയങ്ങളെ പരിവർത്തനപ്പെടുത്താനും ഈ ക്രിസ്മസ് ചിന്ത നമുക്ക് മുഖാന്തരമായിട്ട് തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവ് രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ രക്ഷാകരമായ തിരുജനന പെരുന്നാളിന്റെ ആശംസകളും അനുഗ്രഹങ്ങളും വിനയപൂർവ്വം നേരുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.